ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു വിഭവം തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരം ചായയോടൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി 1.5 കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായി ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1 കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകവും ഇതിലേക്ക് 5 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് വെള്ളം ഒഴിക്കാതെ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. തേങ്ങയും ഉള്ളിയും ഒക്കെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നേരത്തെ എടുത്തു വെച്ച മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും തേങ്ങയും ഒക്കെ എല്ലായിടത്തും മിക്സായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നല്ലതുപോലെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇടിയപ്പത്തിനൊക്കെ ചെയ്യുന്നത് പോലെയുള്ള ഒരു മാവ് തയ്യാറാക്കിയെടുക്കണം. ഇപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അല്പം ഒന്ന് ചൂടാറാനായി മാറ്റിവെക്കാം. ഇതേ സമയം ഇതിന് വേണ്ടിയിട്ടുള്ള സ്റ്റഫ് തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള 1 സവാള ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വെജിറ്റബിളിൻ്റെ ഷേപ്പിൽ ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് ഞാൻ വെജിറ്റബിൾ തന്നെ ഫില്ലിംഗ് ആയിട്ട് വയ്ക്കുന്നത്. ഇതിന് പകരം ചിക്കൻ വെച്ചിട്ടോ ബീഫ് വെച്ചിട്ടോ ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ സവാളയൊക്കെ ചെറുതായി ഒന്ന് വഴന്നു വന്നപ്പോഴേക്കും നമുക്കതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 2 ക്യാരറ്റും അതുപോലെ തന്നെ ചെറിയ ഒരു പീസ് ക്യാബേജ് കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ട് ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ചുള്ള വെജിറ്റബിൾസ് ഈ സമയം ചേർത്ത് കൊടുക്കാവുന്നതാണ്. സവാള വഴറ്റിയപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് ഒത്തിരി അങ്ങ് കുക്കാവേണ്ട ആവശ്യമില്ല. ചെറുതായി ഒന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതിയാകും. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മാവിലേക്ക് ഞാൻ വലിയ ജീരകവും മുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഗരം മസാലയുടെയൊക്കെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫില്ലിംഗ് ഇവിടെ തയ്യാറായി. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഈ സമയം മാവ് ചെറുതായി ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ മാവ് നന്നായി ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കൈയുടെ വെള്ളയിൽ അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുറേശ്ശെയായി മാവ് എടുത്തിട്ട് കൈയുടെ വെള്ളയിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഈ ഒരു കട്ടിയിൽ പരത്തിയതിന് ശേഷം അതിൻ്റെ നടുവിലായിട്ട് നമുക്ക് അല്പം ഫില്ലിങ് വെച്ച് കൊടുക്കാം. കൈകൊണ്ട് ഫില്ലിങ് അകത്തോട്ടാക്കിയിട്ട് 2 സൈഡും ഇതേപോലെ ഒന്ന് മടക്കി ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ക്യാരറ്റിൻ്റെ ആകൃതിയിലൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ വിരൽ കൊണ്ട് ചെറുതായി ഒന്ന് താഴ്ത്തി കൊടുക്കുന്നുണ്ട്. അത് ഞാൻ അവസാനം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം മല്ലിയില വയ്ക്കാൻ വേണ്ടിയാണ്. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ കുഴക്കട്ടയുടെ രൂപത്തിലും ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള മാവെല്ലാം ഞാൻ ഇതുപോലൊന്ന് ചെയ്തെടുക്കട്ടെ.
ഇപ്പോൾ എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഞാനൊരു പിന്ന് വെച്ചിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ്. ഏകദേശം ഒരു ക്യാരറ്റിൻ്റെ ഷേപ്പിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായി ഒരു സ്റ്റീമറിലേക്ക് കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇത് ഞാൻ ഓരോന്നായി എടുത്തു വെച്ച് കൊടുക്കുകയാണ്. ഇഡലി പാത്രത്തിൽ വെച്ചിട്ടും സ്റ്റീം ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടിക്കോളും. 15 മിനിറ്റ് സമയമായപ്പോഴേക്കും ഇത് നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഞാനൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുകയാണ്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില കൂടി വെച്ചിട്ട് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. കണ്ടില്ലേ, ഒറ്റ നോട്ടത്തിൽ ക്യാരറ്റാണെന്നല്ലേ പറയുകയുള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെടുന്ന വ്യത്യസ്തമായ ടേസ്റ്റിലുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.